Hello students, today we are going to discuss the last class of science, the separation of substances, chapter 5. Okay, so today we are going to discuss the activity 9 and 10. So activity 9, take some water in a beaker and mix salt in it until it cannot dissolve any more salt. This will give you a saturated solution of water, salt in water. എന്താ ഇതിൽ പറയുന്നത്? നമ്മളൊരു ബീക്കർ എടുക്കുക, ആ ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യുക, വാട്ടർ എടുക്കുക, ഒരു എമൗണ്ട് ഓഫ് വാട്ടർ എടുക്കുക. ആ എമൗണ്ട് ഓഫ് വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം? സോൾട്ട് ആഡ് ചെയ്യുക. അപ്പോൾ സോൾട്ട് എന്തായാലും വാട്ടറിൽ മിക്സ് ആവുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലേ? അപ്പോൾ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസും അൺഡിസോൾവ്ഡ് സബ്സ്റ്റൻസസും നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ സോൾട്ട് മിക്സ് ചെയ്തു. സോൾട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? സോൾട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അത് വീണ്ടും മിക്സ് ആവും. വീണ്ടും സോൾട്ട് ആഡ് ചെയ്യുക, ചിലപ്പോൾ അത് മിക്സ് ആവാതെ കുറച്ചിരിക്കും. അതാണ് ആ വാട്ടറിന്റെ സാച്ചുറേറ്റഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് അതിനൊരു ആ എമൗണ്ട് വാട്ടറിനൊരു കപ്പാസിറ്റി ഉണ്ട് ഈ സോൾട്ട് ഡിസോൾവ് ആവുന്നുണ്ട്. സോൾട്ട് നന്നായി മിക്സ് ചെയ്യുന്നതിന് അതിനൊരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് മിക്സ് ആവില്ല? സോൾട്ട് വാട്ടറിൽ മിക്സ് ആവുകയില്ല. അപ്പൊ അതിന് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ് പറയുക. സാച്ചുറേറ്റഡ് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഇനി അതിന്റെ മേലേക്ക് അതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സ് ആവില്ല. ഓക്കെ, now add a small amount of salt in the saturated solution and heat it. ഇനി നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് എങ്ങനെയാ വെച്ചാൽ, ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ നമ്മൾ സോൾട്ട് ആഡ് ചെയ്തിട്ട് ചൂടാക്കി എന്താ സംഭവിക്കുക? നമ്മൾ ആദ്യം സോൾട്ട് എടുത്തു, അല്ല വാട്ടർ എടുത്തു, വാട്ടറിനകത്ത് സോൾട്ട് ആഡ് ചെയ്തു, അപ്പോൾ മിക്സായി. വീണ്ടും സോൾട്ട് ആഡ് ചെയ്തു, മിക്സായി. വീണ്ടും സോൾട്ട് ആഡ് ചെയ്തപ്പോൾ കുറച്ച് മിക്സായി, ബാക്കിയൊന്നും മിക്സ് ആയില്ല. ആ വാട്ടർ എന്താ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ ആണ് അല്ലേ? അപ്പൊ ഇനി അതിലേക്ക് വേറെ സോൾട്ട് ആഡ് ചെയ്താൽ മിക്സ് ആവുകയില്ല. ആ വാട്ടർ എടുത്തിട്ട് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് വീണ്ടും സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കൂളായിരുന്ന സമയത്ത് മിക്സ് ആയില്ല. ഹീറ്റ് ചെയ്യുന്ന സമയത്തോ വാട്ട് വിൽ ഹാപ്പൻ? അത് മിക്സ് ആവും. ഓക്കെ, വാട്ട് ഹാപ്പൻ ടു ദ അൺഡിസോൾവ്ഡ് സോൾട്ട് ഇൻ ദ ബോട്ടം ഓഫ് ദ ബീക്കർ? ഡസ് ഇറ്റ് ഡിസോൾവ് നൗ? അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും ആ സോൾട്ട് ആഡ് ചെയ്തതിനകത്ത് അത് അൺഡിസോൾവ്ഡ് സോൾട്ട് ആയിട്ട് താഴെ കിടന്നിരുന്നു അല്ലെ? ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? യെസ്, some more salt can be dissolved in the solution by heating. കുറച്ചും കൂടെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സോൾട്ട് ഡിസോൾവ് ചെയ്യുവാൻ സാധിക്കും. Let this hot solution cool. Does the salt appear to settle at the bottom of the beaker again? എന്ത് സംഭവിക്കും? ഈ ബീക്കറിന്റെ താഴെ ഇത് ഇപ്പൊ ഹോട്ട് ചെയ്തപ്പോ വീണ്ടും നമ്മൾ ആ മിക്സ് ആവാത്ത സോൾട്ട് താഴെ കിടന്നതെല്ലാം മിക്സ് ആയി. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മിക്സ് ആവും എന്നാണ് നമ്മൾ പറയുന്നത്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മിക്സ് ആയി. Does the salt appear to settle at the bottom of the beaker again when it is cool എന്നാണ് ചോദിക്കുന്നത്. പിന്നെയും ഈ വാട്ടർ ഹോട്ട് മാറി വീണ്ടും കൂൾ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ഈ ബീക്കറിന്റെ അടിയിൽ ഈ ഡിസോൾവ് ആയാത്തത് ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. The activity suggests that larger quantity of salt can be dissolved in water on heating. Does water dissolve equal amount of different soluble substance? Let us find out it. Okay, അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സോൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിക്സ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ പിന്നെ കൂളാവുന്ന സമയത്ത് അത് സെറ്റിൽ ആയിട്ട് താഴെ തന്നെ കാണുവാനും നമുക്ക് സാധിക്കും. അതാണ് ഈ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആക്ടിവിറ്റിയിലൂടെ എന്താ മനസ്സിലാക്കുന്നത്? സോൾട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷന് സാച്ചുറേറ്റഡ് പോയിന്റ് ഉണ്ട്. സാച്ചുറേറ്റഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി അധികം അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ആവാത്ത ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്തു നോക്കണം. കുറച്ചൊരു ഗ്ലാസ്സിൽ വെള്ളം ഇട്ടിട്ട് ആദ്യം കുറച്ച് സോൾട്ട് മിക്സ് ചെയ്യാം, പിന്നെയും കുറച്ച് സോൾട്ട് മിക്സ് ചെയ്യാം, പിന്നെയും അതേ സ്പൂൺ ഓഫ് സോൾട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഡിസോൾവ് ആവുന്നുണ്ടോ നോക്കാം. എത്ര സമയം ആവുമ്പോഴാണ് അത് ഡിസോൾവ് ആവുന്നത് നിന്നത് എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് ഈ വാട്ടറിനെ ഒന്ന് ഹീറ്റ് ചെയ്യാം, എന്നിട്ട് സോൾട്ട് ആഡ് ചെയ്ത് വെക്കുക.
ആ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയ വാട്ടർ ഹീറ്റ് ചെയ്തിട്ട് സോൾട്ട് ആഡ് ചെയ്ത് വെക്കുക. അപ്പൊ വീണ്ടും അത് ഡിസോൾവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹീറ്റ് ചെയ്യുന്ന സമയത്ത്. അത് കൂളാവുന്ന സമയത്ത് വീണ്ടും ഡിസോൾവ് ആവാണ്ട് താഴെ സെറ്റിൽ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ. Now activity 10, take 2 glasses and pour half cup of water in each of them. 2 ഗ്ലാസ് എടുക്കുക, രണ്ടിലും half cup of water add ചെയ്യുക. Add a teaspoon of salt of 1 glass and stir the salt dissolve. ഒരു ടീസ്പൂൺ ഓഫ് സോൾട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. Go on adding salt 1 teaspoon at a time till the solution saturate. അപ്പൊ ഈ എക്സ്പെരിമെന്റിൽ എന്താ പറയുന്നത്, 9th എക്സ്പെരിമെന്റിൽ ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡിസോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ സാധിച്ചു. ഇനി എത്ര സ്പൂൺ ഓഫ് സോൾട്ട് ആണ് നമ്മൾ എടുത്ത വാട്ടറിൽ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ കാണിക്കുന്ന എക്സ്പെരിമെന്റ് ആണ് ആക്ടിവിറ്റി 10. ഇപ്പോൾ ഒരു സ്പൂൺ ആഡ് ചെയ്തു, മിക്സ് ചെയ്തു, വീണ്ടും ഒരു സ്പൂൺ ആഡ് ചെയ്തു, മിക്സ് ചെയ്തു, വീണ്ടും ഒരു സ്പൂൺ ആഡ് ചെയ്തു, മിക്സ് ചെയ്തു, പിന്നെ ഒരു സ്പൂൺ ആഡ് ആകുമ്പോൾ ചിലപ്പോൾ മിക്സ് ആവില്ല. അപ്പൊ ആ സൊല്യൂഷൻ നമ്മൾ എടുത്ത വാട്ടറിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചല്ലേ, വാട്ടർ കുറെ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ സോൾട്ട് ഡിസോൾവ് ചെയ്യാം, എടുക്കുന്ന ക്വാണ്ടിറ്റിയും കൂടെ ഇവിടെ കാര്യമാണ്. അപ്പോൾ ആ സൊല്യൂഷന്റെ ആ ഒരു വാട്ടറിന്റെ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണെന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. റെക്കോർഡ് ദ നമ്പർ ഓഫ് സ്പൂൺ ഓഫ് സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അപ്പൊ നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഏതാ ആ ഒരു ചാപ്റ്റർ ആക്ടിവിറ്റി 10 നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ടുഡേസ് ഹോംവർക്ക് ഈസ് ദിസ്, യു ഹാവ് ടു ഡു ദ ആക്ടിവിറ്റി ആൻഡ് സെൻഡ് മീ ദ എമൗണ്ട് ഓഫ് സോൾട്ട് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഷുഗർ, എത്ര സ്പൂൺ ആണ് നിങ്ങൾ യൂസ് ചെയ്തതെന്ന് ആ ടേബിളിൽ എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്യണം. പിന്നെ റിപ്പീറ്റ് ദ സെയിം അതർ സബ്സ്റ്റൻസ് ദാറ്റ് ആർ സോൾബിൾ ഇൻ വാട്ടർ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്, ഇപ്പോൾ ഒരു എന്താണ് ടർമറിക് പൗഡർ ആവാം, മഞ്ഞൾപ്പൊടി ആവാം, അല്ലെങ്കിൽ ചില്ലി പൗഡർ ആവാം, അല്ലെങ്കിൽ സാൻഡ് ആവാം, അല്ലെങ്കിൽ ചോക്ക് പൗഡേഴ്സ് ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു പൗഡറും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 3 ഗ്ലാസ് എടുക്കുക, 3 ഗ്ലാസ്സിലും എന്താ സെയിം എമൗണ്ട് ഓഫ് വാട്ടർ എടുക്കുക. ഒന്നിൽ സോൾട്ട് ആഡ് ചെയ്ത് നോക്കുക, ഒന്നിൽ ഷുഗർ ആഡ് ചെയ്ത് നോക്കുക, ഒന്നിൽ വേറെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് എത്ര സ്പൂൺ വരെയാണ് അത് മിക്സ് ആയത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ദിസ് ആക്ടിവിറ്റി ഐ വിൽ സെൻഡ് ടു യു ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, സോ ഡു ദിസ് ആസ് ഹോംവർക്ക് ആൻഡ് സെൻഡ് ടു മീ. ഓക്കെ, മറന്നു പോയത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് 3 ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോഴേ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ സാച്ചുറേറ്റഡ്, അപ്പൊ ഈ വാട്ടറിന് ചോക്ക് പൗഡറിന്റെ സാച്ചുറേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സോൾട്ട്, നമ്മൾ ഷുഗർ, ഇതിന്റെയൊക്കെ സാച്ചുറേറ്റഡ് പോയിന്റ് എത്രയാണെന്ന് കണ്ടെത്തണം. ഓക്കെ, are you ready? So do the activity and send to me in group. Thank you. So we come to the end of this chapter. I will send the question answers also in the group. Thank you.